എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. കതിവന്നൂർ വീരൻ തെയ്യം കോലത്ത് നാടിൻ്റെ വീരപുത്രൻ. കതിവന്നൂർ വീരൻ തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കണ്ണൂർ മാങ്ങാട്ടുള്ള കുമാരപ്പനും ചക്കിയമ്മയ്ക്കും ഏറെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു ആൺകുഞ്ഞു പിറന്നു. അവനെ അവർ മന്നപ്പൻ എന്ന് നാമകരണം ചെയ്തു. വളരെയധികം ലാളനയോടുകൂടി വളർന്ന മന്നപ്പൻ കൂട്ടുകാരോടൊന്നിച്ച് നായാടി കാലം കഴിച്ചു. വലുതായിട്ടും ജോലിയൊന്നും ചെയ്യാതെ ഈ നായാട്ട് ശീലം തുടർന്നപ്പോൾ കുമാരപ്പൻ പുത്രനെ ശാസിച്ചു. പക്ഷേ മന്നപ്പൻ തൻ്റെ ജീവിതശൈലിയിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഒരു ദിവസം വിശന്ന് വലഞ്ഞു വന്ന മന്നപ്പൻ ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നപ്പോൾ, "നിനക്ക് നാണമുണ്ടോ ഇങ്ങനെ ജോലി ചെയ്യാതെ തിന്നുമുടിക്കാൻ?" എന്ന് പറഞ്ഞ് കുമാരപ്പൻ മകനെ അടിക്കാൻ തുനിഞ്ഞു. കോപം പൂണ്ട മന്നപ്പൻ തൻ്റെ ആയുധങ്ങളുമെടുത്ത് വീട് വിട്ടിറങ്ങി. വഴിയിൽ വിശ്രമിക്കാനിരുന്ന മന്നപ്പൻ കാളകളെയും തെളിച്ചു വരുന്ന തൻ്റെ കൂട്ടുകാരെ കണ്ടു. കുടകിലേക്കാണ് അവർ പോകുന്നതെന്ന് മനസ്സിലാക്കിയ അവൻ അവരോട് താനും കൂടെ വരാമെന്ന് പറഞ്ഞു. മടിയനായ ഇവനെ കൂടെ കൂട്ടിയാൽ നമുക്കുള്ള ആഹാരം പോലും ഇവൻ തിന്നു മുടിക്കുമെന്ന് മനസ്സിൽ തോന്നിയ കൂട്ടുകാർ മന്നപ്പനെ ഒഴിവാക്കാൻ പലതും പറഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും ഫലവത്തായില്ല. ഒടുവിൽ അവർ കൂടെ കൂട്ടാമെന്ന് സമ്മതിച്ചു. പക്ഷേ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഇവനെ ഉപേക്ഷിക്കണമെന്നും അവർ തീരുമാനിച്ചു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്ന ഉടൻ ഒറ്റ കാഞ്ഞിരം തട്ടുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ കള്ളു കുടിക്കാൻ ആരംഭിച്ചു. മന്നപ്പനെ അവർ കള്ളു കൊടുത്ത് മയക്കി. അല്പസമയം കഴിഞ്ഞ് ഉണർന്ന മന്നപ്പന് കൂട്ടുകാരുടെ ചതി മനസ്സിലായി. ആരും തനിക്ക് തുണയില്ലെന്ന് തോന്നിയ അവൻ അവിടെ വെച്ച് ഇനി മറഞ്ഞു മാങ്ങട്ടേക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് കുടകിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് കൂട്ടുകാരും മന്നപ്പനും തമ്മിൽ കണ്ടെങ്കിലും ഒന്നും മുരിയാടാതെ യാത്ര തുടർന്നു. കുടകിലെത്തി മന്നപ്പൻ നേരെ പോയത് കതിവന്നൂരുള്ള തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ മന്നപ്പനെ അമ്മായി തൻ്റെ മകനെ പോലെ വളർത്തി. അമ്മാവൻ അവനെ ആയോധന മുറകൾ പഠിക്കാൻ അയച്ചു. കളരിയിൽ ഗുരുക്കളുടെ അടുത്തു നിന്നും വളരെ വേഗം അവൻ വിദ്യകൾ ഓരോന്നായി പഠിച്ചെടുത്തു. ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞു വന്ന മന്നപ്പൻ വഴിയരികിലുള്ള കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്തു കൊണ്ടിരുന്ന ചെമ്മരത്തിയോട് ദാഹജലത്തിന് ചോദിക്കുകയും ചെമ്മരത്തി കൊടുത്ത വെള്ളം അമൃതെന്ന പോലെ കുടിക്കുകയും ചെയ്തു. അവളോട് മന്നപ്പന് പ്രണയം തോന്നി. അമ്മാവൻ്റെയും അമ്മായിയുടെയും അനുഗ്രഹത്തോടെ ചെമ്മരത്തിയെ മന്നപ്പൻ വിവാഹം കഴിച്ചു. സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലത്താണ് ചെമ്മരത്തിക്ക് മന്നപ്പൻ മടിയനാണ് എന്നുള്ള വിവരം മനസ്സിലായത്. അത് അവർ തമ്മിൽ ചെറിയ ചെറിയ വാക്കേറ്റമുണ്ടാകാൻ കാരണമായി. പക്ഷേ രണ്ടുപേർക്കും ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു. മന്നപ്പൻ്റെ മടിമാറാൻ ചെമ്മരത്തി അവനെ എള്ള് മുതിച്ച് എണ്ണയുണ്ടാക്കാൻ അങ്ങാടിയിലേക്ക് അയച്ചു. അങ്ങാടിയിൽ പോയി തിരിച്ചു വരാൻ വൈകിയ സുന്ദരനായ മന്നപ്പനെ അവൾക്ക് സംശയമായി. വൈകി വിശന്ന് വലഞ്ഞു വന്ന മന്നപ്പനോട് എണ്ണ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഏത് പെണ്ണിൻ്റെ പുറകെ പോയെന്ന് അവൾ ചോദിച്ചു. കലഹമില്ലാതിരിക്കാൻ മറുപടിയൊന്നും പറയാതെ മന്നപ്പൻ ചോറുണ്ണാനിരുന്നു. ആദ്യ പിടി ചോറിൽ മുടി കിട്ടി, അത് കളഞ്ഞു. രണ്ടാം പിടി ചോറെടുത്തപ്പോൾ യുദ്ധകാഹളം കേട്ടു. കുടകർ മലയാളത്താന്മാരെ ആക്രമിക്കാൻ വരുന്നു. പടപ്പുറപ്പാട് കേട്ടിട്ടും ഭക്ഷണം കഴിക്കുന്നത് വീരന് ചേർന്നതല്ല എന്ന് മനസ്സിൽ കരുതിയ മന്നപ്പൻ തൻ്റെ ആയുധങ്ങളും എടുത്ത് പടക്കിറങ്ങാനൊരുങ്ങി. തല വാതിലിന് മുട്ടി ചോര വന്നു. അതുകണ്ട ചെമ്മരത്തി പടക്കിറങ്ങുമ്പോൾ ചോര കണ്ടാൽ മരണമുറപ്പെന്ന് പറഞ്ഞു. എന്നിട്ടും മന്നപ്പൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവൾ തൻ്റെ സംസാരം തുടർന്നുകൊണ്ടിരുന്നു. 6 മുറിഞ്ഞ് 66 ഖണ്ഡമാകും, 100 മുറിഞ്ഞ് 108 തുണ്ടമാകും. കണ്ട കൈതമേലും മുണ്ടമേലും മേനി വാരി എറിയും കുടകർ തുടങ്ങി ശാപവാക്കുകൾ അവൾ ഉരുവിട്ടു. "നീ പറഞ്ഞതെല്ലാം സത്യമാകട്ടെ" എന്ന് പറഞ്ഞ്
ഒരു മന്ദഹാസത്തോടുകൂടി മന്നപ്പൻ അവിടെ നിന്നും പുറപ്പെട്ടു. വഴിയിൽ വെച്ച് മച്ചുനെ കണ്ടു. താൻ മരിച്ചാൽ ഇവിടെയുള്ള വാഴകൾ അന്ന് തന്നെ കുലയ്ക്കുമെന്ന് പറഞ്ഞു പാറിപ്പറന്ന് പടയ്ക്ക് പോയി. മലയാളത്തന്മാർ മന്നപ്പൻ്റെ സഹായത്തോടുകൂടി കുടകരെ തോൽപ്പിച്ചു. അവർ മന്നപ്പനെ തങ്ങളുടെ രക്ഷകനായി കണ്ടു. അവർ അവനെ വാനോളം പുകഴ്ത്തി. വിവരമറിഞ്ഞ അമ്മാവനും അമ്മായിയും സന്തോഷിച്ചു. ശാപവാക്കുകൾ ഉരുവിട്ടുപോയ ചെമ്മരത്തി ഭക്ഷണമൊരുക്കി തൻ്റെ പ്രിയതമനെ കാത്തിരുന്നു. തൻ്റെ നാക്കിൽ നിന്നും വീണുപോയ വാക്കുകളെക്കുറിച്ച് അവൾക്ക് അതിയായ ദുഃഖം തോന്നി. എങ്കിലും അവൻ തിരിച്ചു വരുന്നതിൻ്റെയും പടജയിച്ചു വരുന്നതിൻ്റെയും സന്തോഷം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ഒറ്റയ്ക്ക് യാത്രാമധ്യേ പകപിടിച്ച കുടകർ ഒളിച്ചിരുന്ന് ചതിയിലൂടെ മന്നപ്പനെ തുണ്ടം തുണ്ടമാക്കി അരിഞ്ഞു വീഴ്ത്തി. ചെമ്മരത്തിക്ക് ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ശാപവാക്കുകൾ വലിച്ചത് കണ്ട് അവൾ അലമുറയിട്ട് കരഞ്ഞു. മച്ചിനോട് മന്നപ്പൻ പറഞ്ഞതുപോലെ കതിവന്നൂർ അമ്മാവൻ്റെ വീട്ടിൽ മന്നപ്പൻ വെച്ച എല്ലാ വാഴയും അന്ന് തന്നെ കുലച്ചു. ചെമ്മരത്തി കുറ്റബോധത്താൽ ഉള്ളം കലങ്ങി മന്നപ്പൻ്റെ ചിതയിൽ ചാടി മരിച്ചു. കതിവന്നൂർ തറവാട്ടിലെ കദളിവാഴക്കൈയിൽ മോതിര വിരലുമായി പറന്നിരുന്ന കാക്കയാണ് മച്ചുനായ അണ്ണക്കണ്ണനെ ആ ദുരന്ത വാർത്ത ആദ്യം അറിയിച്ചിരുന്നത്. ശവദാഹം കഴിഞ്ഞ് കുളത്തിൽ കുളിക്കവേ മറുപടവിൽ മന്നപ്പൻ്റെ ദിവ്യ സാന്നിധ്യം കണ്ടറിഞ്ഞാണ് ദൈവക്കോലം കെട്ടിയാടാൻ നാട്ടുകൂട്ടം തീരുമാനിച്ചത്. കുടകിലും വടക്കൻ കേരളത്തിലെങ്ങും കതിവന്നൂർ വീരൻ ഇന്ന് ആരാധ്യ ദേവനാണ്. 3 നാൾ നീണ്ടു നിൽക്കുന്ന അനേകം ചടങ്ങുകളോടെ വീട്ടുപറമ്പിലും വയൽ നടുവിലും പ്രത്യേകം പതിയും ചെമ്മരത്തി തറയും തയ്യാറാക്കിയാണ് കതിവന്നൂർ വീരനെ കെട്ടിയാടിക്കുന്നത്. നാഗം താന്ന മുഖത്തെഴുത്തും പൂക്കട്ടി മുടിയുമായി വാളും പരിചയമേന്തിയ കതിവന്നൂർ വീരൻ്റെ ആയുധാഭ്യാസ നർത്തനങ്ങൾ ചേതോഹരമായ കാഴ്ചയാണ്. തീയ സമുദായം ഉത്സവഛായയോടെ കൊണ്ടാടുന്ന തെയ്യാട്ടമാണ് കതിവന്നൂർ വീരൻ്റേത്. ഹസ്തപത്മം പിടിക്കുവിൻ തണ്ടയാന്മാർകളെ എന്ന വരവിളിയോടെ ഇവർ നെഞ്ചിൽ ആരാധിക്കുന്ന പടയാളി വീരനാണ് മാങ്ങാട്ടുനിന്നും കതിവന്നൂരെത്തി വീരചരമം പ്രാപിച്ച മന്നപ്പൻ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ, comment and subscribe this channel. Namaste.